ഹെൽത്തി ഹാർട്ട് നമുക്ക് ഫിസിയോളജിക്കലി ആയിട്ട് പറയാൻ പോവുകയാണെങ്കിൽ വാട്ട് വി ഈറ്റ്, വാട്ട് വി തിങ്ക്, വാട്ട് വി ഡു. നമ്മൾ എന്താണോ എല്ലാ ദിവസവും കഴിക്കാൻ പോകുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ എന്താണോ ജോലി ചെയ്യാൻ പോകുന്നത്, അത് വെച്ചിട്ടാണ് നമ്മളെ ഹൃദയത്തിന് ലക്ഷങ്ങൾ കാണാൻ പോകുന്നത്. ഇഫ് വി ഈറ്റ് ഗുഡ്, അവർ ഹാർട്ട് റെസ്പോൺസ് വെൽ. നമ്മൾ നല്ലത് ചിന്തിച്ചാൽ നമ്മുടെ ഹാർട്ട് നല്ലതായിട്ട് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. ഇഫ് വി ഹാവ് ഗുഡ് പീസ്ഫുൾ ലൈഫ്, നമ്മുടെ ഹാർട്ട് അതേപോലെ ഉണ്ടാവും. ആദ്യം തന്നെ പറഞ്ഞ പോലെ ഹൃദയത്തിൽ ബാധിക്കാനുള്ള സംഭവമാണെങ്കിൽ അത് ഏതെങ്കിലും ആയിരിക്കും. ഈവൻ മിനിമം സ്ട്രെസ്, നമുക്ക് കുറച്ച് സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ ഹൃദയം ബാധിക്കാൻ പോകും. നമ്മൾ കൂടുതൽ കഴിച്ചാലും അത് ഹൃദയത്തിൽ ബാധിക്കാൻ പോകും. നമ്മൾ ശരിക്കും ഉറങ്ങിയിട്ടില്ല, യു ആർ നോട്ട് ഹാവിങ് ഗുഡ് സ്ലീപ്പ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ട്രോമ ഓർ നമുക്ക് ഹൃദയം ബാധിക്കാൻ പോകും. ഇങ്ങനെ വാട്ട് എവർ ഈസ് നോട്ട് നോർമൽ ഇൻ ലൈഫ് ഓർ കൺസിഡർഡ് ടു ബി, നമ്മൾ എക്സസ് ആയിട്ട് കഴിച്ചാലോ കഴിക്കാൻ കുറവായാലോ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹേർട്ട് യുവർ ഹാർട്ട്. ഇഫ് യു ഡു ലെസ് എക്സസൈസ് ഓർ ഇഫ് യു ഡു മോർ എക്സസൈസ്, എക്സസൈസിന് കൂടുതൽ ആയിട്ട് ചെയ്തിട്ട് കപ്പാസിറ്റി കൂടുതൽ ചെയ്താലോ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ഹാർട്ട്. അങ്ങനെ ഹൃദയം വാട്ട് എവർ ഈസ് ഇൻ എക്സസ് ഓർ ഇറ്റ് ഈസ് ടു ലെസ് വിൽ ഓൾവേസ് കോസ് പ്രോബ്ലം വിത്ത് ദി ഹാർട്ട്. ഓപ്റ്റിമൽ ഫങ്ഷനിങ് ಅಂತ പറയും. നമ്മളെ ഒരു നിശ്ച രീതിയിൽ ലൈഫ് ഓടിച്ചുകൊണ്ട് നടന്നാൽ മാത്രം ഇറ്റ് വിൽ ഹാവ് എ ലോങ്കർ ലോഞ്ചിറ്റിവിറ്റി. എല്ലാവർക്കും അറിയാനുള്ളത് ഒരു സംഭവം എന്താണെങ്കിൽ ഹാർട്ട് ഈസ് നോട്ട് ഫങ്ഷനിങ് ജസ്റ്റ് ഫ്രം ദി ടൈം ഓഫ് അവർ ബർത്ത്. ഈവൻ വിത്ത് ദി ഫീറ്റസ്, നമ്മൾ ഓൾമോസ്റ്റ് ജനിക്കാൻ പോകുന്നത് ദറ്റ് ഈസ് 9 months ബിഫോർ ബർത്ത് ഇറ്റ് സെൽഫ് ഹാർട്ട് ഈസ് ഫോംഡ് ആൻഡ് സ്റ്റാർട്ട്സ് ബീറ്റിംഗ്. അന്ന് തുടങ്ങിയ ഈ ജോലി നമ്മൾ മരിക്കുമ്പോൾ വരെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സോ ദ വർക്ക് എഫിഷ്യൻസി ആയിട്ട് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഓപ്റ്റിമൽ ആയിട്ട് യൂസ് ചെയ്യണം. ഒരു നോർമൽ ഹെൽത്തി പേഴ്സണിന് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്താ പറഞ്ഞാണെങ്കിൽ നമ്മൾ വേറെ ദേശത്തിലോ വേറെ പ്രദേശത്തിലോ പോയിട്ട് ആ ഡയറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എല്ലാ പ്രദേശത്തിലും ആ പ്രദേശത്തിന് ഒരു ഡയറ്റ് ഉണ്ട്. ആ ഡയറ്റ് നമ്മൾ ബാലൻസ് ആക്കിയിട്ട് ചെയ്തിട്ട് കഴിക്കണം. ഒരുമിച്ച് ഒരേ സമയത്ത് കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല, കുറെ സമയത്ത് കഴിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. സോ അവർ മീൽ, നമ്മൾ ഈ മീൽ കഴിക്കാൻ പോകുന്നത് ഒരു അറ്റ്ലീസ്റ്റ് മിനിമം 3 to 4 times സ്പ്ലിറ്റ് ചെയ്തിട്ട് മിനിമം ആയിട്ട് കഴിച്ചാണെങ്കിൽ ഇറ്റ് ഈസ് ഓപ്റ്റിമൽ ഫങ്ഷനിങ്. നമ്മളെ ഹാർട്ട് ബെറ്റർ കപ്പാസിറ്റിനകത്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ഫുഡിന്റെ മാത്രം രീതി പറഞ്ഞാണെങ്കിൽ നമ്മൾ ഓൾറെഡി ബേസിക് റീസൺസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, പിന്നെ എസെൻഷ്യൽ എലിമെന്റ്സ് ലൈക്ക് മിനറൽസ്, വിറ്റമിൻസ്. ഈ മിനറൽസ്, വിറ്റമിൻസ് കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിനകത്ത് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കാർബോഹൈഡ്രേറ്റ്സിന്റെ കോമ്പോണൻസ് ഒരു നിശ്ചവിധയിൽ 60% വരെ അതിന്റെ കൂടുതൽ കൂടാൻ നോക്കണം. പിന്നെ ഫാറ്റ്സ് 10 to 20%, ബാക്കിയുള്ളത് പ്രോട്ടീൻസ്. ഇത്ര കോമ്പോണന്റ് ആയിട്ട് നമ്മൾ ഫുഡ് പ്ലാൻ ചെയ്താണെങ്കിൽ ഹാർട്ട് വിൽ ഫങ്ഷൻ വെൽ. നമ്മളെ എല്ലാ അസുഖത്തിന് കാരണം നമ്മളെ ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു പ്രാവശ്യം ചേഞ്ച് ആയാൽ നമ്മളൊരു മൾട്ടി സിസ്റ്റം ആയിട്ട് ഹാർട്ട് മാത്രമല്ല എല്ലാ ഓർഗൻസും വർക്ക് ചെയ്യുന്നത് പ്രിഡോമിനന്റ്ലി നമ്മുടെ ലൈഫ് സ്റ്റൈലിനാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ കുറച്ച് ഭാഗങ്ങൾ ചേഞ്ച് ആയെങ്കിൽ, ഞങ്ങൾ ഉറക്കത്തിനകത്ത് 1 മണിക്കൂറിന് വ്യത്യാസം ആയാലും നമ്മുടെ ലൈഫ് ഇറ്റ് വിൽ ഹാവ് സം പ്രോബ്ലംസ് അഫക്റ്റഡ് ഇൻ ഇറ്റ്. ഞാൻ എല്ലാ ദിവസവും 8 മണിക്കൂർ ഉറങ്ങാൻ പോകുന്നതിനകത്ത് കുറച്ചിട്ട് ഞാൻ 5 മണിക്കൂർ ഉറങ്ങാൻ പോയില്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ ഉടനെ നോക്കാൻ എഫക്റ്റ് കാണത്തില്ല. പക്ഷെ ഒരു ലോങ് ടേമിനകത്ത് ഒരു 3 മാസം, 6 മാസം, 9 മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ എഫക്ട്സ് കാണാൻ പോകും. ഞങ്ങൾ വെള്ളം കുടിക്കാനുണ്ട്. ഒരു ദിവസം എല്ലാവരും നിർബന്ധിച്ചിട്ട് 1.5 ലിറ്ററിൽ 2 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. പക്ഷെ ഇപ്പൊ ഒരാൾ സ്ഥിരമായിട്ട് നമ്മൾ 1/2 ലിറ്റർ മാത്രം വെള്ളം കുടിക്കൊണ്ട് വന്നാണെങ്കിൽ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് വി വിൽ ബിഗിൻ ടു സീ ദി എഫക്ട്സ് ഓൺ ദി ഹാർട്ട്. സോ ഈ എല്ലാ whichever is the component which we are happening in it are not being done properly. ഒരു എക്സസൈസ്, ഒരാൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്
നമ്മൾ നാളെ നിർത്തിക്കഴിഞ്ഞാലും ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് ഹിസ് ബോഡി ഓർ ഹാർട്ട്. അറ്റ് ദ സെയിം ടൈം എ പേഴ്സൺ, ഒരാൾ ഒന്നും എക്സസൈസ് ചെയ്യാതെ ഇരുന്ന ആള് ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞിട്ട് സിവിയർ എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. ദേ ഓൾസോ, അവർക്കും ഇത് ബാധിക്കാൻ പോകും. എനി ചേഞ്ച് ഇൻ അവർ നോർമൽ റൊട്ടീൻ ഷുഡ് നോട്ട് ഹാപ്പൻ സഡൻലി. ഈ പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത് പതുക്കെ പതുക്കെ സ്ലോലി ടേപ്പർ ചെയ്തിട്ടാണ് കൊണ്ടുവരേണ്ടത്. ഇത് നമ്മുടെ പ്രായം അനുസരിച്ചിട്ടാണ് തീരുമാനിക്കാൻ. അൺലെസ് നമുക്ക് ഒരു വിധത്തില് സിംറ്റംസ് ഇല്ല എന്ന് പറഞ്ഞാണെങ്കിൽ, നമുക്ക് ശ്വാസം മുട്ടൽ ഇല്ല, ഉറക്കം ശരിക്കും നടന്നുകൊണ്ടിരിക്കുക, ബുദ്ധിമുട്ടൊന്നും ഇല്ല, വേറെ അസുഖം ഒന്നും ഇല്ല എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പോകാനുള്ള ആവശ്യം ഉണ്ടാവത്തില്ല. പക്ഷെ നമുക്ക് ഇത് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെന്നെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ ടെസ്റ്റിംഗ് ഓർ സ്ക്രീനിങ് ഓഫ് അവർ ഹാർട്ട് ഫങ്ഷൻ. ഐഡിയലി ഒരു 40 ഇയേഴ്സ് വരെ ഇയർലി വൺസ് ചെക്കപ്പ് ചെയ്താണെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ബട്ട് ഇഫ് യു ഹാവ് എനി സൈൻസ് ആൻഡ് സിംറ്റംസ്, ഈ ബുദ്ധിമുട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഹാർട്ടിന്റെ ഇൻക്രീസ് ഇൻ ദി ഹാർട്ട് റേറ്റോ ഇല്ല ശ്വാസം മുട്ടലോ, ഉറങ്ങാൻ പറ്റത്തില്ല, ഇടയ്ക്കിടയ്ക്ക് നീറ്റ് വേണ്ടി വരൂ, കുറച്ച് കൂടുതൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല, ശ്വാസം മുട്ടൽ ആകാൻ പോവോ, ഇങ്ങനത്തെ സംഭവം കണ്ടുപിടിച്ചാണെങ്കിൽ നമുക്ക് ഉടനെ ഹൃദയ പരിശോധിക്കേണ്ടി വരും. ഇല്ല എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ സ്ക്രീനിങ് ഫോർ ദി ഹാർട്ട് കണ്ടീഷൻ നോക്കാനുള്ളത് ഐഡിയൽ. ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞിട്ട് എല്ലാ 6 മാസത്തിൽ ഒരു പ്രാവശ്യം ഹൃദയ പരിശോധിക്കാനുള്ളത് നല്ല ഹാബിറ്റാണ്. ഓവറോൾ നമ്മൾ നോക്കാൻ പോയെങ്കിൽ, നമ്മൾ അസുഖം വന്നാൽ മാത്രം ഒരു ഡോക്ടറിനെ പോയിട്ട് കണ്ടിട്ട് ആ ചികിത്സ ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, അല്ലാതെ എടുക്കാൻ പോകുന്നത്. ബട്ട് നാച്ചുറലി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈല് പതുക്കെ പതുക്കായിട്ട് മാറ്റിക്കൊണ്ട് വരണം. നമ്മൾ നല്ല ഹാബിറ്റ്സ് പ്രാക്ടീസ് ചെയ്താലേ നമ്മുടെ ഹാർട്ട് നല്ലതായിട്ട് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഉടനെ ഓൺലി ബൈ ഇന്റർവെൻഷൻ, നമ്മൾ പുറത്തുനിന്ന് എന്ത് ഗുളിക കഴിച്ചാലോ that is not going to reduce the heart or improve the functioning of the heart unless our habits and lifestyles, our thinking process change on. So these changes are essential. നമ്മൾ നോർമലി ഹ്യൂമൻ ബീങ്സിന്റെ ചിന്ത എന്താണെങ്കിൽ, സം ഇന്റർവെൻഷൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ചേഞ്ച് കിട്ടണമെന്ന് പറഞ്ഞിട്ട്. സോ അത് അല്ലാത്ത രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലില് മാനേജ്മെന്റ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ പരിസരം എവിടെ നിൽക്കാൻ പോകുന്നത്, നമ്മുടെ പേഴ്സണൽ എക്സസൈസ്, ഇതെല്ലാം ശ്രദ്ധിച്ച് നോക്കിയാണെങ്കിൽ നമുക്കൊരു നല്ല ഹാർട്ട് കിട്ടാൻ സംഭവമുണ്ട്.